നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പുമായി ജി സുധാകരൻ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അമ്പലപ്പുഴ മണ്ഡലത്തിലെ അടുപ്പമുള്ള പ്രാദേശിക CPM നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ തേടി എന്നതാണ് വിവരം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. രഘു, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തന്നെ നിൽക്കുന്നു. ജി സുധാകരൻ മത്സരരംഗത്തേക്കെന്ന് ഉറപ്പിക്കുകയാണോ? UDF നിലവിൽ അമ്പലപ്പുഴ ഒഴിച്ചിടുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത് ജി സുധാകരന്റെ തീരുമാനം അറിയുന്നതിന് വേണ്ടി. അങ്ങനെയെങ്കിൽ UDF പിന്തുണയോടെ ജി സുധാകരൻ മത്സരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമോ? ദിവിഷ്, കേരളത്തിലെ ദിനപത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ഇന്നലെ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സാധാരണ നിലയിൽ ജി സുധാകരൻ്റെ ഒരു സ്വഭാവം വെച്ച് അദ്ദേഹത്തിന് പരിചയമുള്ളവർക്ക് അറിയാൻ സാധിക്കും. തെറ്റായ ഒരു വാർത്ത വന്നാൽ അദ്ദേഹം നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ട് ശരിയായ ഭാഷയിൽ അദ്ദേഹം സാധാരണ നിലയിൽ പൊതുവെ പരസ്യമായി സംസാരിക്കാറുള്ളത് പോലെ തന്നെ ശോഭിക്കുകയും ആ വാർത്ത തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ആ വാർത്ത വന്ന് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള വാർത്ത വന്ന് 24 മണിക്കൂർ പിന്നിട്ടപ്പോഴും അദ്ദേഹം അത് നിഷേധിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല എന്നു മാത്രവുമല്ല, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പും രൂപീകരിച്ചിരിക്കുകയാണ്. GS ഒഫീഷ്യൽ എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അതിൻ്റെ അഡ്മിൻ ജി സുധാകരൻ തന്നെയാണ്. പ്രധാനമായി അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി MLA അല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഔദ്യോഗികമായ വാട്സാപ്പ് ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നു മാത്രവുമല്ല, അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ വളരെ വലിയ ബന്ധമുണ്ട് അദ്ദേഹത്തിന്. പാർട്ടിപരമായി അദ്ദേഹത്തിന് ലഭിച്ച ബന്ധങ്ങളാണ്. 4 തവണത്തെ അവിടുത്തെ MLA ആയിരുന്നു. എന്ന് മാത്രമല്ല, ആലപ്പുഴയിലെ പാർട്ടിയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ളൊരു കാലം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പല ആളുകളുമായും ഒരു വലിയ ആത്മബന്ധമുണ്ട്. അതിനൊരു ഉദാഹരണം കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനാ ശേഷിയെയും കുറിച്ച് ഒരു ഉദാഹരണം കൂടി പറയാം. ആലപ്പുഴ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്താണ് VS അച്യുതാനന്ദൻ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. VS അച്യുതാനന്ദൻ ഇറങ്ങിയതിന് പിന്നാലെ ജി സുധാകരനും ആ വേദിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. കാരണം VS ഇറങ്ങിപ്പോയതിന് പിന്നാലെ ആലപ്പുഴയിൽ ഒരു പ്രകടനവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്തം. അദ്ദേഹം നമുക്ക് അന്ന് റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയ ഫോണിൽ എത്രയോ മനുഷ്യരെ വിളിച്ച് ഇത്തരത്തിൽ യാതൊരു വിധമായ പ്രകടനങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതൊരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു. അത്തരത്തിൽ ആളുകളുമായി താഴെത്തട്ടിൽ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അദ്ദേഹം അടുപ്പമുള്ള പല നിലവിൽ CPMൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു നീക്കമുണ്ടായാൽ പിന്തുണയ്ക്കുമോ എന്ന് അദ്ദേഹം ഫോണിൽ ചോദിച്ചിരുന്നു. പല ആളുകളും മറുപടി പറഞ്ഞില്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുജാത അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് പക്ഷേ അങ്ങനെ ഒരു പോസിറ്റീവായ റെസ്പോൺസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് താല്പര്യക്കുറവില്ല. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം അറിഞ്ഞ ശേഷം അന്തിമ തീരുമാനം UDF കൈക്കൊള്ളുമെന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ CPMൽ നിന്ന് അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ നിന്ന് വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? അതൊരു UDF പിന്തുണയായി കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ ആ പാർട്ടി തലത്തിൽ നിന്ന് കിട്ടുന്ന അണികളിൽ നിന്ന് കിട്ടുന്ന പിന്തുണ നഷ്ടപ്പെടാനും ഇടയുണ്ടോ രഘു? ദിവിഷ്, CPMൻ്റെ ഒരു സംഘടനാ സംവിധാനം വെച്ച് അങ്ങനെ പരസ്യമായൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. വിരലെണ്ണാവുന്ന ചില ആളുകൾ, ഒരു പക്ഷേ താഴെത്തട്ടിലുള്ള ചില ആളുകളൊക്കെ പരസ്യമായി പിന്തുണ അറിയിച്ചേക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും മണ്ഡലത്തിൽ വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. എന്ന് മാത്രവുമല്ല, അമ്പലപ്പുഴ ജില്ലയിൽ കേരളത്തിലാകമാനം കഴിഞ്ഞ LDF സർക്കാരുകൾ വലിയ രീതിയിലുള്ള പാലം വികസനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ധാരാളം പാലങ്ങൾ അദ്ദേഹം പണിതിട്ടുണ്ട്. പല പാലങ്ങളുടെയും ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ നമ്മൾ ലോക്കലായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പാലവും റോഡും പണിഞ്ഞത് ജി സുധാകരൻ സാറാണെന്നുള്ളൊരു വികാരം ചില മനുഷ്യർക്കെങ്കിലും ഉണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കുകയില്ല നമ്മളെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതിനെ കാത്തിരിക്കുകയാണ് UDFും കോൺഗ്രസും. കാരണം നമ്മൾ ആദ്യം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ജി സുധാകരൻ പുറത്തേക്ക് വന്നാൽ UDF പിന്തുണയ്ക്കും.
കാരണം കോൺഗ്രസിൻ്റെ സീറ്റാണ് അമ്പലപ്പുഴ. അവിടേക്ക് എം ലുജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരാണ് പരിഗണിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ പേര് ഉയർന്നു വന്ന കോൺഗ്രസ് നേതാക്കളോട് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമോ മറ്റോ ഉണ്ടായാൽ നിങ്ങളെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കണോ എന്ന് മുതിർന്ന നേതാക്കളടക്കം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ജി സുധാകരൻ UDFന്റെ ഭാഗമാകില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ജി ഭുവനേശ്വരൻ രക്തസാക്ഷിയാണ്. പന്തളം കോളേജിൽ വെച്ച് KSU പ്രവർത്തകരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ചരിത്രങ്ങൾ അങ്ങനെയുമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്നതാണ്. ജി സുധാകരൻ എന്തായാലും മത്സര രംഗത്തേക്ക് ഏകദേശം ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ്. അദ്ദേഹം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അടക്കം ഉണ്ടാക്കി ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. രഘുനാഥ് നാരായണനാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്.